ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രമല്ല നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളൊന്ന് തടി വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഷുഗർ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന വാക്കായിരിക്കും വെളുത്ത ആഹാരം ഒഴിവാക്കണം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഒരു ശീലമാണ് ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പൊക്കെ കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം തന്നെ വെളുത്താഹാരമാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ എന്താ പിന്നെ കഴിക്കുക, എങ്ങനെ ജീവിക്കുക എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ കൂടുതൽ പേരും. അങ്ങനെ നമ്മുടെ ശീലങ്ങളൊന്നും മാറ്റാതെ ടെൻഷൻ അടിക്കാതെ വയറ് നിറയെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത് റാഗി വെച്ചിട്ടാണ്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അപ്പൊ നമ്മുടെ റാഗി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1.5 നാഴി റാഗി എടുക്കുന്നുണ്ട്. മുക്കാൽ നാഴി മട്ടരി, അരനാഴി ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ച് 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ റാഗി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കരണ്ടി മട്ടരി ചോറ് ചേർത്ത് കൊടുക്കാം. അവിലുണ്ടെങ്കിൽ അവില് ചേർത്ത് കൊടുക്കുക, അതല്ലാത്തവർക്ക് മട്ടരി ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. 4 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. അതായത് നമ്മൾ ഈ റാഗിയും ഉഴുന്നും എല്ലാം കൂടി കുതിർത്ത് വെച്ചതല്ലേ, അപ്പം 4 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സൈഡൊക്കെ അങ്ങനെ തുടച്ചെടുത്തിട്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു മടിയാണ്. പക്ഷെ ഇതിങ്ങനെ ഉണങ്ങി പിടിച്ചെത്തുമ്പോൾ ഭയങ്കര വൃത്തിയാടാ. അപ്പം ഇങ്ങനെ തുടച്ചെടുത്ത് കുറച്ച് വേസ്റ്റേജ് കുറയും, കാണാൻ കുറച്ച് വൃത്തിയുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിനെ മൂടി വെക്കാം. നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മുടെ മാവുണ്ടായി നോക്കാം. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ഇഡ്ഡലി വെക്കാം. ഇഡ്ഡലി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൂടാതെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് കാണിക്കാൻ നിൽക്കുന്നില്ല, ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം നമ്മുടെ റാഗി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ, അതുകൊണ്ടോ നല്ല സോഫ്റ്റാണ്. കാണിച്ചത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.